ഒരു മാസത്തെ വെക്കേഷന് ശേഷം അങ്ങനെ ഞാൻ തിരിച്ച് ബാംഗ്ലൂർ പോവുകയാണ്. സോ ഞാൻ കർണാടക KSRTC ആണ് ബസ് ബുക്ക് ചെയ്തത്. കേരള KSRTC ബസ് സ്റ്റാൻഡിൽ കറക്റ്റ് ടൈമിലെത്തി. അങ്ങനെ അവിടെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു, 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തു. എന്നിട്ടും കർണാടക KSRTCയുടെ ഒരു വിവരം ഉണ്ടായില്ല. കുറേ ടൈമിന് ശേഷം ലാസ്റ്റ് നമുക്ക് ബസ് കിട്ടി. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് സ്ലീപ്പർ ആണെങ്കിലും ഷെയറിംഗ് സീറ്റ്സിന്റെ ഇടയിൽ കേർട്ടൻസ് ഉണ്ടാവും, ഒരു സെപ്പറേഷൻ ഉണ്ടാവും എന്നൊക്കെയാണ്. പക്ഷെ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇത് ഓക്കെയാണ്. സ്ട്രേഞ്ചേഴ്സ് ആകുമ്പോൾ നമുക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെ മോർണിംഗ് ഒരു 8:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ബാംഗ്ലൂർ മടിവാള ബസ് സ്റ്റോപ്പിലെത്തി. എൻ്റെ കയ്യിൽ എൻ്റെ പെട്ടിയും പല പല സാധനങ്ങളും ഉണ്ടായിരുന്നു. ബസ്സായതുകൊണ്ട് തന്നെ തീരെ ഉറങ്ങാത്തതിൻ്റെ ടയർഡ്നെസ് ഒക്കെ ഫുൾ ഉണ്ടായിരുന്നു. ഫേസൊക്കെ ഇങ്ങനെ ബൾജ് ചെയ്തിട്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഊബറിൽ കയറി നേരെ നമ്മൾ പോയത് ബാംഗ്ലൂർ നമ്മൾ മിസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ഫേമസ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ദോശയും ഫിൽറ്റർ കോഫിയും കഴിക്കാനായിരുന്നു. സോ ബാംഗ്ലൂരിലെ മോർണിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര പീസ്ഫുള്ളാണ്. ഞാൻ പോയത് സൺഡേ ആയതുകൊണ്ട് തന്നെ വലിയ പീസൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും ഭയങ്കര ക്രൗഡായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ബ്രാഹ്മിൻ സ്റ്റിഫിൽ നിന്ന് ഒരു മസാല ദോശ ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ ഒരു ഫിൽറ്റർ കോഫിയും. ആ ഫിൽറ്റർ കോഫിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, അത് ഞാൻ വീഡിയോയിൽ എടുക്കാനും മിസ് ചെയ്ത് പോയി. ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചാട്സ് ഒക്കെ കഴിച്ച് ചില്ല് ചെയ്യാന്ന് വിചാരിച്ചു. എൻ്റെ ഫേവറേറ്റ് ചാട്ട് സ്പോട്ട് ആയിട്ടുള്ള ബംഗാർപേട്ടിൽ പോയി കുറച്ച് ബേൽപൂരി കഴിച്ചു. അത് മാത്രമായിരുന്നു എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത്. അത് കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം പാർക്കിലൊക്കെ പോയി ഇരുന്ന് ചില്ല് ചെയ്ത് എൻ്റെ ഡേ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അല്ലെങ്കിൽ ഇതൊരു ഫുഡ് വ്ളോഗായിട്ട് മാറും. അപ്പോൾ ശരി, ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.